ഹലോ. അപ്പോൾ വീട്ടിലിരിക്കുന്ന കേക്ക് ബേസിൻസിൽ എപ്പോഴും ഈ പെയിൻറ്റിങ്ങും ക്ലേ ആർട്ട് വർക്കൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് വെറൈറ്റി ഐറ്റം പിടിച്ചാലോ എന്നിങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് ഓയിൽ പേസ്റ്റൽസ് കൊണ്ട് സ്കൾപ്ചർ ചെയ്താലോ എന്ന് ആലോചിച്ചത്. സ്കൾപ്ചർ എന്ന് തന്നെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. 3D മോഡൽ ആർട്ട് വർക്ക്. എന്താ ഞാൻ എന്നെ സ്കൾപ്ചർ എന്നൊക്കെയാണ് പറയുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പറഞ്ഞു. ഇതാകുമ്പോൾ വരയ്ക്കണ്ട, പെയിൻറ്റ് ചെയ്യണ്ട, ഒരു പരിപാടിയും ചെയ്യണ്ട. കുറച്ചൊന്ന് എഫേർട്ട് ഇട്ട് ആ സാധനങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്തൊന്നു മോൾഡ് എടുത്താൽ മാത്രം മതി. സിമ്പിൾ പണിയാണ്, ആർക്ക് വേണേൽ ചെയ്യാം. അപ്പം നിങ്ങൾ ചോദിക്കും, എന്നാൽ പിന്നെ ക്ലേ യൂസ് ചെയ്താൽ പോരെയെന്ന്. അപ്പോൾ ക്ലേ യൂസ് ചെയ്താൽ പെയിൻറ്റ് ചെയ്യണം, അത് മെനക്കേടാം. പിന്നെ റഷ്യൻ സ്കൾപ്ചർ, അതിന് വേറെ പ്രത്യേകം പേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വരെ നേരമ്പോഴൊക്കെ ട്രൈ ചെയ്യാനിരിക്കുന്നതിന് അത്രയും ലെവലിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ? റേഷൻ കടം പറഞ്ഞ് മണ്ണെണ്ണ വാങ്ങണോ? അതുകൊണ്ട് ഞാൻ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്താലോ എന്ന് ആലോചിച്ചു. അതുകൊണ്ടാണ് ഓയിൽ പേസ്റ്റലിലേക്ക് എത്തിയത്. ഇതാകുമ്പോൾ ആർക്കും ഒരു ശല്യമില്ല. ഞാനും പെയിൻറ്റിങ്ങിൻ്റെ ആളാണ്, അനിയൻ ഫുൾ പെൻസിലും പെയിൻറ്റിങ്, അമ്മയും പെയിൻറ്റിൻ്റെ ആളാണ്. ഈ ഓയിൽ പേസ്റ്റൽസ് കൊണ്ടുള്ള പരിപാടി നമ്മൾ വീട്ടിലാരും ചെയ്യാറില്ല. കുഞ്ഞിലേ ഉപേക്ഷിച്ച ഐറ്റമാണ്. അതുകൊണ്ട് വീടിനൊരു മൂലയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കളർ ചൂസ് ചെയ്ത് അതൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്ത് അതും ക്രീമും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഫുൾ കോട്ട് ചെയ്തെടുത്തു. ക്രീം എന്ന് പറയുമ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ്. നിങ്ങൾക്ക് മോയ്സ്ചറൈസർ എന്ത് വേണേൽ എടുക്കാം. പക്ഷേ അതിലൊരു കോഷൻ ഉണ്ട്. നിങ്ങൾ 2D വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ, അതായത് ജസ്റ്റ് പെയിൻറ്റിങ് പോലെ ചെയ്യുമ്പോൾ മാത്രമേ അങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. 3D ആയിട്ട് ബൾജ് നിൽക്കുന്ന ഏരിയാസ് ചെയ്യുമ്പോഴേക്കും എന്ത് വെച്ചിട്ടാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് ഞാൻ വഴിയെ പറയാം. ഇത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്ന കാര്യം എനിക്കങ്ങനെ ഒരു അമളി പറ്റിയത് കൊണ്ടാണ്. എന്താ ഞാൻ വഴിയെ പറയാം. ഇപ്പോൾ നിങ്ങളൊരു ബേസ് കോട്ടൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ അറേഞ്ച് ചെയ്യേണ്ടത്, പൂ എവിടെയൊക്കെ വെക്കണം, എങ്ങനെയൊക്കെ വെക്കണം, സെൻറ്ററിൽ നിന്ന് പുറത്തോട്ടോ അല്ലെങ്കിൽ പുറത്തുനിന്ന് അകത്തോട്ടോ അല്ലെങ്കിൽ സൈഡിലോ റൗണ്ടായിട്ടോ എങ്ങനെ വേണേൽ വെക്കാം. അതനുസരിച്ച് എങ്ങനെ വെക്കണോ അതനുസരിച്ച് ഔട്ട്ലൈൻ നിങ്ങൾ ആദ്യം പേസ്റ്റ് കൊണ്ട് അവിടെ ഇവിടെയൊക്കെ പൂവും ഇലയും വള്ളിയൊക്കെ കൊടുത്ത് ഒരു ഔട്ട്ലൈൻ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഫൈനലായിട്ട് 3D പൂവും കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഏരിയസ് ഫുൾ കുറച്ച് കവർ ചെയ്ത് കൊടുക്കണം. എല്ലാ കാര്യങ്ങളും നമുക്ക് 3D ആയിട്ട് ബൾജ് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ഏരിയസ് കുറച്ച് ഇലയും കുറച്ച് വള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു പൂവെല്ലാം കൊണ്ട് നമുക്ക് ആ ഒരു ഏരിയ ഫുള്ളൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിപ്പം ചെയ്താൽ ഒരു പ്ലെയിൻ ഇതിനേക്കാൾ കുറച്ചും കൂടി തിക്കറായിട്ട്, എന്നാൽ ഒരുപാട് ബൾജ് നിൽക്കാത്ത രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാവും.
പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഫൈനൽ ലെയറാണ്. 3D ആയിട്ടുള്ള സാധനങ്ങൾ മോൾഡ് ചെയ്ത് നമ്മൾ പശ വെച്ച് ഒട്ടിച്ച് വെക്കുക ചെയ്യുന്നത്. പൂവിൻ്റെ കുറേ ഇലകളും കാര്യങ്ങളും വെക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയ വരുമ്പോൾ നിങ്ങൾ ക്രയോൺസിനെ മോയ്സ്ചറൈസറോ അതൊന്നും കൊണ്ടൊന്നുമല്ല, പകരം കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ബൈൻഡിങ് മീഡിയം ആയിട്ടുള്ള അക്രിലിക് ജെല്ലോ, മോഡ് പോഡ്ജോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് മാത്രം മിക്സ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സാധനം പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതിങ്ങനെ സ്റ്റേൺ ആയിട്ട് ബൾജ് ചെയ്ത് നിൽക്കത്തില്ല, പെട്ടെന്ന് അത് ഒടിഞ്ഞു പോകും. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ എനിക്ക് പറ്റിയ അബദ്ധം. ഇതുപോലെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഇത് കുറേ പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ചെയ്ത് തുടങ്ങിയത് 3D വെച്ചിട്ടാണ്. പക്ഷേ അപ്പോൾ ഇതുപോലെ കുറേ പൊടിഞ്ഞു പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരും അക്കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു ഏരിയാസ് ഇങ്ങനെ ബൾജ് ചെയ്ത് കുറച്ച് പൊങ്ങിയൊക്കെ നിൽക്കുന്ന അങ്ങനത്തെ കുറച്ച് കട്ടി വേണ്ട സാധനങ്ങളിലേക്ക് നിങ്ങൾ മറ്റേതല്ല, പകരം അക്രിലിക് ജെൽ മീഡിയം ഇല്ലാന്നുണ്ടെങ്കിൽ മോഡ് പോഡ്ജ്, രണ്ടും ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഞാനിത് ഇറ്റ്സിബിച്ചിയുടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങൾക്കത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വാർണിഷ് സ്പ്രേയോ ലിക്വിഡോ എങ്ങനെയാണെങ്കിലും അത് വെച്ചിട്ട് സീൽ ചെയ്യാൻ മറക്കരുത്, ഇല്ലെങ്കിൽ നശിച്ചു പോകും. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതിൻ്റെ കുറച്ച് ബേസിക്സ് കാര്യങ്ങൾ പറയുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടാന്നൊരു ആലോചനയുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വരിക. നൈസ് അല്ലേ? വീട്ടിലൊക്കെ നമുക്ക് വോൾ ഡെക്കറേറ്റൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. തൽക്കാലം എനിക്ക് മതിലിൽ ചാരി വെച്ച് കാണിക്കാനുള്ളൊരു അവസ്ഥയേ ഉള്ളൂ ഹോസ്റ്റലിലായതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളും ഇഷ്ടമായോ ഇഷ്ടമായില്ലേ, ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണോ വേണ്ടയോ എന്താണെങ്കിലും കമൻസ് വഴി പറഞ്ഞോളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. See you.